കോഴിക്കോട്ടെ നഗരത്തിന്റെ മധ്യത്തിൽ തലയുയർന്നു നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ ഓഫീസ്. ആ മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ സെക്രട്ടറിയോട് ആസ്തി രജിസ്റ്റർ എവിടെയെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിന്റെ ആസ്തി രജിസ്റ്റർ മുഴുവനായി പരതിയാൽ അതിനകത്ത് ഒരു മെഡിക്കൽ കോളേജ് ഇല്ല, മുസ്ലിം ലീഗിന്റെ കയ്യിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല, മുസ്ലിം ലീഗിന്റെ കയ്യിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളില്ല. മുസ്ലിം ലീഗ് പാർട്ടിക്ക് കീഴിലായി അണ്ടർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനവും ലീഗിന്റെ കയ്യിലില്ല. ട്രസ്റ്റുകളുടെ കയ്യിലുണ്ട്, മുസ്ലിം ട്രസ്റ്റുകളുടെ കയ്യിലുണ്ട്, ഇവിടുത്തെ മതസംഘടനകളുടെ കയ്യിലുണ്ട്. ലീഗിന്റെ പണി എന്തായിരുന്നു? ലീഗ് സ്ഥാപനങ്ങൾ സ്വന്തമാക്കുകയായിരുന്നില്ല, സമുദായത്തിന് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയായിരുന്നു. അതിന് ഉദാഹരണമാണ് ഫറൂഖ് കോളേജ്, അതിന് ഉദാഹരണമാണ് മമ്പാട് കോളേജ്, അതിന് ഉദാഹരണമാണ് MESന്റെ കോളേജുകൾ, അതിന് ഉദാഹരണമാണ് സമസ്തയുടെ കീഴിലുള്ള കോളേജുകൾ, അതിന് ഉദാഹരണമാണ് മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ കീഴിലുള്ള കോളേജുകൾ. ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ഈ സമുദായത്തിന് നിതാന്ത ജാഗ്രതയോടുകൂടി തികഞ്ഞ ആത്മതന്ത്രത്തോടുകൂടി കാവലിരുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അത് ഈ സമുദായം സമ്പന്നമാകുമ്പോൾ അതിന് കാവലിരുന്ന പ്രസ്ഥാനമാണ്. ലീഗ് ഒരു കോളേജ് നടത്തിയിട്ട് അതിന്റെ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിയിട്ട് 1 രൂപ മുസ്ലിം ലീഗ് ഓഫീസിന്റെ രജിസ്റ്ററിൽ ഇല്ല, 1 രൂപ അതിന്റെ റെസിപ്റ്റിൽ എഴുതി വെക്കപ്പെട്ടിട്ടില്ല. ലീഗിന്റെ പണി എന്താണ്? ലീഗ് ഇപ്പോഴും CH സെന്റർ ഉണ്ടാക്കുകയാണ്, ലീഗ് ഇപ്പോഴും ആംബുലൻസുകൾ വാങ്ങി സമൂഹത്തിന് കൊടുക്കാൻ, ലീഗ് ഇപ്പോഴും PTS ഉണ്ടാക്കിക്കൊണ്ട് രോഗികളെ സഹായിക്കാൻ നടക്കാൻ, ലീഗ് ഇപ്പോഴും ഇവിടുത്തെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താൻ. വരുമാനമുണ്ടാക്കുന്ന സമ്പത്തിനെ കുറിച്ചല്ല ലീഗ് ആലോചിച്ചത്. സമ്പന്നമാകുന്ന ഒരു സമുദായത്തെ കുറിച്ച് സ്വപ്നം കണ്ട രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇന്ന് ഈ സമുദായം സമ്പന്നമായി നിൽക്കുകയാണ്. ഈ സമ്പന്നമായി നിൽക്കുന്ന സമുദായത്തിന് മുൻപിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് സഹപ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്താണ് ലീഗിന്റെ ദൗത്യമെന്ന് അഭിനയ MI തങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് ലീഗ് എന്ന് MI തങ്ങളോട് ചോദിക്കാൻ. അപ്പൊ MI തങ്ങൾ മനോഹരമായി എന്തിനാണ് ലീഗ് എന്ന് എഴുതി വെക്കിയിട്ടുണ്ട്. MI തങ്ങൾ പറഞ്ഞതെന്നറിയോ? ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ, ആ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ആ രാജ്യത്തിന്റെ ഭൂരിപക്ഷ ചിന്തയുള്ളവർ അവിടെ അധികാരത്തിൽ വന്നാൽ, ആ അധികാരത്തിൽ വന്ന ഭൂരിപക്ഷ ചിന്തയുള്ളവർ ന്യൂനപക്ഷത്തിന്റെ പേരിൽ ഭൂരിപക്ഷത്തിന്റെ ചിന്തകളെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അതേ ജനാധിപത്യ പ്രക്രിയയിലൂടെ ആ ഭൂരിപക്ഷത്തോട് കലയിക്കുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. MI തങ്ങൾ പറഞ്ഞതാണ്. ആ MI തങ്ങൾ പറഞ്ഞ വാചകത്തെ നിങ്ങൾ വർത്തമാനകാല ഇന്ത്യയിൽ ഒന്ന് ചേർത്ത് വെച്ച് വായിക്ക്. എന്താ MI തങ്ങൾ പറഞ്ഞത്? ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത്, ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ എന്ന് വെച്ചാൽ ലോകസഭാ തിരഞ്ഞെടുപ്പിലൂടെ ആ രാജ്യത്തിന്റെ ഭൂരിപക്ഷ ചിന്തയുള്ളവർ, ഇന്ത്യയിലെ ഈ പറയുന്ന സംഘപരിവാർ അവർ അധികാരത്തിൽ വന്നാൽ ആ ഭൂരിപക്ഷത്തിന്റെ ചിന്തകളെ, സംഘപരിവാറിന്റെ ചിന്തകളെ ന്യൂനപക്ഷത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ, ഇവിടെ NRC കൊണ്ടുവരുമ്പോ, CAA കൊണ്ടുവരുമ്പോ, വഖഫിലേക്ക് കൈവെക്കുമ്പോ അതേ ജനാധിപത്യ പ്രക്രിയയിലൂടെ എന്ന് വെച്ചാൽ അതേ ലോകസഭാ തെരഞ്ഞെടുപ്പിലൂടെ ആ ലോകസഭയിലേക്ക് ചെന്ന് എന്ന് വെച്ചാൽ മലപ്പുറത്ത് നിന്ന് ET മുഹമ്മദ് ബഷീറായി, പൊന്നാനിയിൽ നിന്ന് MP അബ്ദുസ്സമദ് സമദാനിയായി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ഞങ്ങളുടെ വഖഫിൽ നിന്ന് കൈയെടുക്കടോ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് MI തങ്ങൾ പറഞ്ഞു വെച്ചു. നോക്കൂ, നിങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ MI തങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തെ നിങ്ങളൊന്ന് നോക്കൂ. ഏതു കാലമാണ് MI തങ്ങൾ ഇത് പറയുന്നത്? ആ കാലത്തെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. MI തങ്ങൾ പറയാൻ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് എന്ന് വെച്ചാൽ കേരളത്തിനകത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ എന്ന് വെച്ചാൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഭൂരിപക്ഷ ചിന്തയുള്ളവർ കേരളത്തിൽ അവർ CPM-കാരാണ്, അവർ സഖാക്കളാണ്. അവരുടെ ചിന്തകൾ നിരീശ്വരത്വമാണ്, നിർമ്മതവാദ പ്രസ്ഥാനങ്ങളാണ്, ലിബറലിസമാണ്. അത് ന്യൂനപക്ഷത്തിന് പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ തട്ടം തലയിൽ നിന്ന് താഴെ ഇറക്കുന്നത് ഞങ്ങളുടെ അഭിമാനമാണ് എന്നവർ പ്രസംഗിക്കുമ്പോ, ജനറൽ ന്യൂട്രാലിറ്റി അവർ നടപ്പിലാക്കുമ്പോ, നിരീശ്വര പ്രസ്ഥാനങ്ങളെ അവർ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുമ്പോ, പാഠപുസ്തകങ്ങളിൽ ദൈവനിഷേധങ്ങൾ ചേർത്ത് വെക്കപ്പെടുമ്പോ, അതേ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വേങ്ങരയിൽ നിന്ന് പാണ്ടിക്കടവത്തെ കുഞ്ഞാലിക്കുട്ടിയായി ഈ നിയമസഭയിൽ ചെന്ന് അരുതെന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതൊരു രാഷ്ട്രീയത്തിന്റെ ദൗത്യമാണ്, ലീഗ് രാഷ്ട്രീയത്തിന്റെ ദൗത്യമാണ്. എന്ന് വെച്ചാൽ ഈ സമുദായത്തിന്റെ അധികാരങ്ങളിലേക്ക്, അവകാശങ്ങളിലേക്ക് ആരെങ്കിലും കൈകടത്താൻ വന്നാൽ എണ്ണമല്ല വണ്ണമല്ല പ്രശ്നം, പിന്നെയോ അവിടെ എതിർക്കുക എന്ന രാഷ്ട്രീയ ദൗത്യമാണ് പ്രശ്നം. അത് നിർവഹിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ്. സമുദായം ഒരു കൃഷിത്തോട്ടമാണ് പ്രിയപ്പെട്ടവരെ, ഈ സമുദായം ഒരു കൃഷിത്തോട്ടമാണ്. ഈ കൃഷിത്തോട്ടത്തിൽ പല കൃഷികളും നടക്കുന്നുണ്ട്, പല സമുദായ സംഘടനകളുമുണ്ട്, അവിടെ വൈജാത്യങ്ങളുണ്ട്, അവിടെ വ്യതിരക്തതകളുണ്ട്, ചെറുതും വലുതുമായ അഭിപ്രായ ഭിന്നതകളുണ്ട്. പക്ഷേ എല്ലാത്തിലും ഒരുമിച്ച് നിൽക്കാൻ ഒരു ഇലാഹിൽ വിശ്വസിക്കുന്ന ഒരു സംഘം എന്ന രീതിയിൽ, ഒരു സമുദായം എന്ന രീതിയിൽ ഈ കൃഷിത്തോട്ടത്തിൽ എല്ലാവരും നിൽക്കുകയാണ്. ആ കൃഷിത്തോട്ടത്തിലേക്ക്, കൃഷി ചെയ്യുന്ന കൃഷിത്തോട്ടത്തിലേക്ക് ശത്രുക്കൾ, കൃഷി വിള നശിപ്പിക്കാൻ വരുന്ന ശത്രുക്കൾ കടന്നു വരാതിരിക്കാൻ കൃഷിത്തോട്ടത്തിന് ചുറ്റും കെട്ടിയ വേലിക്കെട്ടുണ്ട്.
ആ വേലിക്കെട്ട് പോലെ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ഈ കൃഷിത്തോട്ടത്തിന് ചുറ്റും കെട്ടിപ്പൊക്കിയ ഈ വൻമതിലിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധ്യമാകണം. അതിന്റെ പേരാണ് ലീഗ്. ഇതിനകത്ത് ആഭ്യന്തര തർക്കങ്ങളിലല്ല. ഇതിന് പുറത്തുനിന്നൊരു ശത്രുവിനെ വരാൻ നമ്മൾ അനുവദിക്കില്ല. അത് ലീഗിന്റെ രാഷ്ട്രീയ ദൗത്യമാണ്. അങ്ങനെ പോയതാണ്. നോക്കൂ, ഏറ്റവും അവസാനം വഖഫ് അമെൻമെന്റ് ബില്ലുണ്ടായി. എന്താണ് വഖഫ് അമെൻമെന്റ് ബില്ല്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരവിടൊക്കെ നിൽക്കുന്നുണ്ട്. എന്താണ് വഖഫ് അമെൻമെന്റ് എന്ന് ചോദിച്ചാൽ അതെന്തോ ഭീകരമായ ഒന്നാണ്. അതെന്താണെന്ന് വിവക്ഷിക്കുക ഒരു പക്ഷേ നമ്മളെ പലർക്കും സാധ്യമായി കൊള്ളുന്നില്ല. ഞാൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വളരെ ലളിതമായി നിങ്ങളോട് പറയാം. കുറേ പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ നിൽക്കുന്നത് അഹമ്മദ് മുക്ക് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ അഹമ്മദ് മുക്ക് എന്ന പ്രദേശത്തെ ഒരു സാധാരണ കാനേഷുകുമാരി മുസ്ലിം, ആ മുസ്ലിമിനെ സംബന്ധിച്ച് എന്താണ് വഖഫ് അമെൻമെന്റ് ബില്ല് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇവിടെ ഇത് നാദാപുരം പഞ്ചായത്താണ്. നാദാപുരം വില്ലേജ് ഓഫീസിൽ നിങ്ങളുടെ പേരിൽ നികുതി അടയ്ക്കാത്ത ഒരു ഭൂമി, നാദാപുരം രജിസ്റ്റർ ഓഫീസിൽ നിങ്ങളുടെ പേരിൽ ആധാരം ചെയ്യാത്ത അവകാശമുള്ള ഒരു ഭൂമി, അങ്ങനെ ഒരു ഭൂമി ഈ മണ്ണിൽ നിങ്ങൾക്കുണ്ട്. അതിന് നിങ്ങൾ നികുതി അടയ്ക്കണ്ട, അത് നിങ്ങളുടെ പേരിൽ ആധാരവും ചെയ്യണ്ട. അങ്ങനത്തെ ഒരു ഭൂമി, അത് 1 സെന്റ് ഭൂമിക്ക് നികുതി അടയ്ക്കാത്ത, 1 സെന്റ് ഭൂമി നിങ്ങളുടെ പേരിൽ ആധാരം ചെയ്യപ്പെടാത്ത ഒരു ജനതയ്ക്ക്, ഈ നാട്ടിലെ സാധാരണ മുസൽമാന് ഈ മണ്ണിൽ അവകാശമുള്ള മണ്ണുണ്ട്. ആ മണ്ണെന്ന് പറയുന്നത് നിങ്ങളുടെ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലെ 6 അടി മണ്ണാണ്. നീ മരണപ്പെട്ടാൽ നിനക്ക് അവകാശപ്പെട്ട മണ്ണ്, അതിന് ആധാരമില്ല, അതിന് നികുതി ചീട്ടില്ല, അത് നിന്റെ മണ്ണാണ്. ആ മണ്ണ് നിൽക്കുന്ന നിന്റെ ഖബർസ്ഥാൻ ഉണ്ടല്ലോ, നിന്റെ ജീവനറ്റ് പോയാൽ, റൂഹ് എടുത്തു പോയാൽ പിന്നെ അവശേഷിക്കുന്ന ഭൗതിക ശരീരം, അത് മറവ് ചെയ്യേണ്ട ഖബർസ്ഥാന്റെ മണ്ണ്. ആ മണ്ണിന്റെ മുകളിൽ ഈ നാദാപുരത്തെ ഏതെങ്കിലും ഒരാൾ, അയാൾ ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ എഴുതുകയാണ്. 50 പൈസയുടെ വെള്ള പേപ്പറിൽ 5 രൂപയുടെ ഒരു പേന കൊണ്ട് ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ എഴുതുകയാണ്. ഇന്ന ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാൻ നിൽക്കുന്ന ഭൂമി അത് ഞങ്ങളുടെ പൂർവികന്മാരുടേതാണ്, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയതാണ്, അത് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് കോഴിക്കോട്ടെ കളക്ടറേറ്റിലേക്ക് ചെന്ന് കളക്ടറേറ്റിൽ ഒരു അപേക്ഷ കൊടുത്താൽ ഒരു തെളിവും വേണ്ട. 50 പൈസയുടെ A4-ൽ 5 രൂപയുടെ പേന കൊണ്ട് 4 വരി എഴുതിയിട്ട് കോഴിക്കോട്ടെ കളക്ടറേറ്റിൽ കൊണ്ടു കൊടുത്താൽ കളക്ടർ ആ പരാതി സ്വീകരിച്ച് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്റ്റ് കൊടുത്താൽ അന്ന് മുതൽ അത് ഖബർസ്ഥാനല്ല, അത് തർക്കഭൂമിയാണ്. അത് ഖബർസ്ഥാനല്ല, അത് തർക്കഭൂമിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നികുതി അടയ്ക്കാത്ത, ആധാരം ചെയ്യാത്ത, എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട എന്റെയും നിങ്ങളുടെയും ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലെ 6 അടി മണ്ണ് അന്ന് മുതൽ നമുക്ക് അവകാശമുള്ള മണ്ണല്ല, അത് തർക്കഭൂമിയാണ്. തർക്കം പരിഹരിക്കാതെ ഒരു മയ്യത്ത് ആ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. തർക്കം പരിഹരിക്കാതെ ഒരു ഖബർസ്ഥാനിലേക്ക് ഒരാൾക്കും പോകാൻ വേണ്ടി കഴിയില്ല. വഖഫ് അമെൻമെന്റ് ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ആ വഖഫ് അമെൻമെന്റ് ബില്ല് രാജ്യത്തിന്റെ 2 പാർലമെന്റും പാസാക്കി, രാജ്യസഭയും ലോകസഭയും പാസാക്കി. രാജ്യത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ അത് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 84 അർജികളുണ്ട് രാജ്യത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ, 84 അർജികൾ. മുഖമില്ലാത്ത ചില ഫേസ്ബുക്ക് ഐഡികൾ, ചില വ്യാജ ഐഡികൾ വന്നിട്ട് ചോദിക്കാൻ, ലീഗിന്റെ അർജി ഉണ്ടോ അതില്? എന്നൊരു ചോദ്യമാണ്. യഥാർത്ഥ ലീഗ് ഉണ്ടോ അതില് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ലീഗിന്റെ വക്കീൽ ആരാണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മുഖമില്ലാത്ത ഫേസ്ബുക്ക് ഐഡിയിൽ വന്നിട്ട് ലീഗിന്റെ അർജി എവിടെ, എത്രാമത്തെ പരാതിക്കാരാണ് നിങ്ങൾ എന്ന് ചോദിച്ച് മത്സരിക്കുന്നവരുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സഹപ്രവർത്തകരോട് പറയുന്നത്, മരിച്ചു കിടക്കാനുള്ള ഖബർസ്ഥാന്റെ മണ്ണിന്റെ പേരിൽ ഈ രാജ്യത്തൊരു പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തിൽ ലീഗിന്റെ ഒരു റംദൽ ഇറച്ചിക്ക് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്താൻ ഒന്നേ ഉള്ളൂ, ഒന്ന് മാത്രം. 84 അർജികൾ ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് മുൻപിൽ 84 അർജി ഉണ്ടെങ്കിൽ അതിലൊരർജി ലീഗിന്റേതാണെങ്കിൽ അത് വലിച്ചു കീറി സുപ്രീം കോടതിയുടെ ചവറ്റുകൊട്ടയിലേക്ക് നിങ്ങൾ വലിച്ചെറിയ്. അവശേഷിക്കുന്ന 83 അർജി, അതിൽ CPM ഉണ്ട്, അതിൽ കോൺഗ്രസ് ഉണ്ട്, അതിൽ CPI ഉണ്ട്, അതിൽ DMK ഉണ്ട്, അതിൽ ആം ആദ്മി പാർട്ടി ഉണ്ട്, അതിൽ കേരളത്തിലെ എല്ലാ മതസംഘടനകളുണ്ട്, അതിൽ ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് ഉണ്ട്, ബഹുമാനപ്പെട്ട സമസ്തയുണ്ട്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുണ്ട്, അതുപോലെ തന്നെ കേരള നദ്വത്തുൽ മുജാഹിദീനുണ്ട്, ജമിയത്തുൽ ഉലമ ഹിന്ദുണ്ട്, ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് ഉണ്ട്. എല്ലാ മതസംഘടനകളും, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതൊന്നും പോരാഞ്ഞിട്ട് വ്യക്തികളും കൊടുത്ത അർജികളുണ്ട്. ലീഗിന്റെ അർജി 4 ആയി വലിച്ച് ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞാൽ അവശേഷിക്കുന്ന 83 അർജികൾ. ആ അർജിയിലെ ഒരു വാചകത്തെ നിങ്ങൾ വായിക്കുക. എന്തിനാണ് ഈ നിയമം റദ്ദു ചെയ്യപ്പെടേണ്ടത്? 83 പേര് പറഞ്ഞതും ഒരേ മറുപടിയാണ്. എന്താണ് റീസൺ എന്ന് ചോദിക്കുമ്പോൾ 83 പേരും പറഞ്ഞത്, ഇറ്റ് ഈസ് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് വയലേറ്റിംഗ് ഇന്ത്യൻ ആർട്ടിക്കിൾ 25, 26, 27 and 28. ഇത് രാജ്യത്തിന്റെ ഭരണഘടനാ വിരുദ്ധമാണ്. എങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നത്? രാജ്യത്തിന്റെ ഭരണഘടനയുടെ 25, 26, 27, 28 ഈ വകുപ്പുകളെ ഇത് ലംഘിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അതുകൊണ്ട് ഇത് ഒഴിവാക്കണം എന്നാണ് 83 പേരും പറഞ്ഞത്. ലീഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ,
ലീഗിന്റെ വക്കീൽ എവിടെയെന്ന് ചോദിക്കുന്നവർ, എത്രാമത്തെ ഹർജിക്കാരാണെന്ന് ചോദിക്കുന്നവർ, ഞങ്ങളുടെ ഹർജിയെ 4 ആയി വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞാലും 83 പേര് പറയുന്നതും ഇന്ത്യൻ ഭരണഘടനയിലെ ന്യൂനപക്ഷാവകാശമായിട്ടുള്ള 25 മുതൽ 30 വരെയുള്ള വകുപ്പുകളുടെ പിൻബലത്തിൽ ഈ നിയമം റദ്ദാക്കണമെന്നാണെങ്കിൽ ആ വകുപ്പുകൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് എണീറ്റ് നിന്ന് സംസാരിച്ച രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ്. ലീഗ് എവിടെ എന്ന് ചോദിച്ച് ഇതിന്റെ ഒരു റാന്തൽ ഇറച്ചിക്ക് മുഖമില്ലാത്ത ഐഡിയയിൽ വന്ന് തർക്കിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ഹർജിയെ നിങ്ങൾ ഉപേക്ഷിച്ചേക്ക്. ഇങ്ങനെ വാദിക്കാൻ ഭരണഘടനയിൽ വകുപ്പുണ്ടാക്കിയ രാഷ്ട്രീയത്തിന്റെ പേരാ ലീഗ്. ഈ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തർക്കം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ലീഗും കോൺഗ്രസുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായത്. പണ്ഡിറ്റ് നെഹ്റുവാണ് കോൺഗ്രസിന്റെ നേതാവ്, ഇപ്പുറത്ത് ഇസ്മായിൽ സാഹിബാണ് ലീഗിന്റെ നേതാവ്. വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നിട്ട് ലീഗ് കൊണ്ടുവന്ന 10-30 വരുന്ന പ്രമേയങ്ങൾ, അതിൽ പകുതിയോളം പ്രമേയങ്ങൾ തള്ളിപ്പോയി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേകത എന്താണ്? ഒരു തവണ ഒരു പ്രമേയം കൊണ്ടുവന്നാൽ അത് തള്ളിയാൽ പിന്നെ അത് കൊണ്ടുവരാൻ പാടില്ല. അതാണ് നിയമം. ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുകയാണ്. നരേന്ദ്രമോദി ഭരിക്കുമ്പോ BJPക്ക് ഒരു MP പോലും മുസ്ലിം MP ഇല്ല. ഒരു MP പോലും മുസ്ലിം MP ഇല്ല. എന്താ കാരണം? ദളിത് MP ഉണ്ട്, മറ്റു സമുദായത്തിലൊക്കെ MP-മാരുണ്ട്. എന്താ മുസ്ലിം MP-മാരില്ലാത്തതിന്റെ കാരണം? ദളിത് മണ്ഡലങ്ങൾ പോലെ മുസ്ലിം മണ്ഡലങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് ഈ നിലനിർത്തണമെന്ന് പറഞ്ഞ് ഖായിദെ മില്ലത്ത് ഒരു റെപ്രസെന്റേഷൻ കൊണ്ടുവന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ. അത് വോട്ടിനിട്ട് ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ തള്ളി. അത് തള്ളിയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു പക്ഷേ 12-13% മുസ്ലിം MP-മാരുണ്ടാകുമായിരുന്നു. നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാമായിരുന്നു. അതുണ്ടായില്ല. ലീഗ് കൊണ്ടുവന്ന അതുൾപ്പെടെയുള്ള അവകാശങ്ങൾ തള്ളിയപ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സഭക്കകത്ത് നിന്ന് തർക്കിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ഭൂരിപക്ഷം വെച്ച് ഞങ്ങൾ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നുവെങ്കിൽ ഞങ്ങൾ ഇതിനോട് സഹകരിക്കാനില്ല. സിന്ദാബാദ് വിളിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അഭിമന്യായ ഖായിദെ മില്ലത്തിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ. ആ സമയത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, രാജ്യത്തിന്റെ വിഭജനം, രാജ്യത്തിന്റെ അതിർത്തി തർക്കങ്ങൾ, രാജ്യത്തിന്റെ പ്രതിസന്ധികൾ, ആ ഘട്ടത്തിൽ പണ്ഡിറ്റ് നെഹ്റു ഖായിദെ മില്ലത്തിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവശേഷിക്കുന്ന പ്രമേയം എത്ര ഉണ്ട്? ഖായിദെ മില്ലത്ത് പറഞ്ഞു 10-15 ഉണ്ട്. എങ്കിൽ ആ പ്രമേയത്തിന്റെ ഓരോ കോപ്പി ഞങ്ങൾക്ക് തരിക. എന്നിട്ട് ഞങ്ങളത് പാർലമെന്ററി പാർട്ടിയിൽ ചർച്ച ചെയ്യും, ഏത് കോൺഗ്രസിന്റെ. എന്നിട്ട് ഞങ്ങൾ ചില തിരുത്തലുകൾ വരും. ആ തിരുത്തൽ വരുത്തിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരും. എന്നിട്ടോ നിങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക. അപ്പൊ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞു. ഖായിദെ മില്ലത്ത് ലീഗ് നേതാക്കന്മാരെ യോഗം വിളിച്ചു. പുതിയ തലമുറ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് അവകാശങ്ങളെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്നവരുണ്ടല്ലോ, അവർ കേൾക്കണം. ഖായിദെ മില്ലത്ത് വീണ്ടും ഒരു യോഗം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നെഹ്റു എന്നെ വിളിച്ചിരുന്നു, നെഹ്റു എന്നോട് സംസാരിച്ചിരുന്നു. നെഹ്റു നമ്മുടെ അപേക്ഷ ഈ പറയുന്ന പ്രമേയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് ചില തിരുത്തലുകൾ വരുത്തും. അദ്ദേഹം ചില തിരുത്തലുകൾ വരുത്തിയിട്ട് നമ്മളോട് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ പിന്തുണയ്ക്കും, അത് പാസ്സാവും. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. വൈകാരികമായി എണീറ്റ് നിന്നു. അവിടുന്ന് വൈകാരികമായി എണീറ്റ് നിന്നിട്ട് അഭിമാനബോധമുള്ള നേതാക്കന്മാർ ചോദിച്ചു, നമ്മുടെ പാർട്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന നിയമം, നമ്മൾ കൊണ്ടുവരുന്ന പ്രമേയം, ആ പ്രമേയത്തെ കോൺഗ്രസിന് കൊടുത്തിട്ട് അവർ ചർച്ച ചെയ്ത് അവർ തീരുമാനിച്ചിട്ട് പിന്നെ നമ്മൾ അവതരിപ്പിക്കുക, അത് അഭിമാനത്തിൽ നിൽക്കുന്ന ക്ഷതമല്ലേ? ഇസ്മായിൽ സാഹിബെ, വിട്ടുവീഴ്ച പാടില്ല, നമ്മൾ സമരത്തിലേക്ക് പോകണം. ഇസ്മായിൽ സാഹിബ് സൗമ്യനായി എന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്മായിൽ സാഹിബിന്റെ സംസാരമാണ്. ആ വാചകം ഹൃദയം കൊണ്ട് കേൾക്കണം. ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ശരിയാണ്, അഭിമാനത്തിന്റെ ക്ഷതമേൽക്കും. നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രമേയം, ഈ പാർട്ടിയുടെ പ്രമേയം മറ്റൊരു പാർട്ടി കൊടുത്തിട്ട് ആ പാർട്ടി പറഞ്ഞ തിരുത്തലുകളുമായി നമ്മൾ വീണ്ടും അവതരിപ്പിക്കുക, അത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എന്റെയും നിങ്ങളുടെയും ഈ അഭിമാനക്ഷതത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത്, ഈ രാജ്യം നിലനിൽക്കുന്ന കാലത്ത് എന്റെയും നിങ്ങളുടെയും പെങ്ങന്മാരുടെ ഉദരത്തിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ അവകാശമാണ് ഈ വെള്ളപ്പേപ്പറിലുള്ളത്. അതുകൊണ്ട് അത് നേടിയെടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വകുപ്പുകൾ ഇന്ത്യയുടെ ഭരണനിർമ്മാണ സഭയിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊണ്ടുപോയത്. പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് ഈ രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം അതുണ്ടാകണമെന്ന് പറഞ്ഞിട്ടാണ് അഭിമന്യനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആ വകുപ്പുകൾ ഉണ്ടാക്കിയത്. ആ വകുപ്പിന്റെ പത്രാസിലാണ് നമ്മൾ 83 ഹർജിയുമായി ഇന്ന് ഭരണഘടനാ നിർമ്മാണ സഭ, ഇന്ന് രാജ്യത്തിന്റെ സുപ്രീം കോടതി മുമ്പിൽ എന്നിട്ട് അത് റദ്ദ് ചെയ്യണം എന്ന് പറയുന്നത്. ലീഗ് എന്ത് ചെയ്തുവെന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ ജീവിക്കാനല്ല, പഠിപ്പിക്കാനല്ല, അഭിമാനത്തോടു കൂടി ഈ നാട്ടിൽ വസിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല, മക്കളെ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാനോ +2 വരെ പഠിപ്പിക്കാനോ ഡിഗ്രിക്ക് പഠിക്കാനോ അല്ല. മരിച്ചു പോയാൽ സ്വന്തം മയ്യത്ത് പൊരപ്പുറത്ത് നിൽക്കാതെ ഖബർസ്ഥാനിൽ കൊണ്ടുവെക്കാനുള്ള മണ്ണിനെ കുറിച്ച് ആലോചിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ സമുദായത്തിന് വേണ്ടി സംരക്ഷിച്ച, സമുദായത്തിന് വേണ്ടി സംസാരിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ്. നോക്കൂ നിങ്ങൾ, ഖായിദെ മില്ലത്തും നെഹ്റുവും തമ്മിലുള്ള സംഭാഷണം ചരിത്രത്തിലുണ്ട്. അത് ഏതു ഘട്ടമാണ്? ഈ പാർട്ടി ഉണ്ടാക്കാൻ ഖായിദെ മില്ലത്ത് തീരുമാനിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈദരാബാദിലേക്കും ഈ പറഞ്ഞ മലബാറിലേക്കൊക്കെ ഖായിദെ മില്ലത്ത് നിരന്തരമായി സഞ്ചരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഈ പാർട്ടി ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ
അഭിമന്യനായ നെഹ്റു പ്രിയപ്പെട്ട കായികമില്ലത്തിന് വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, പ്രിയപ്പെട്ട ഇസ്മായിൽ, നിങ്ങൾ ഇനി ലീഗ് പിരിച്ചുവിട്. പാകിസ്ഥാൻ ഉണ്ടായി, വലിയ പ്രശ്നമാണ് നാട്ടിൽ, ഇവിടെ വലിയ കലാപം നടക്കുകയാണ്, മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വലിയ പോരാട്ടമാണ്. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ പാർട്ടിയെ പിരിച്ചുവിട്. എന്നിട്ടോ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് വേണ്ടത് നിങ്ങൾ എന്നോട് ചോദിക്ക്. ആ അവകാശങ്ങൾ ഒരു വെള്ള പേപ്പർ എഴുതി തരാൻ നമ്മൾ നിരന്തരമായി കേട്ടതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അഭിമന്യനായ ഇസ്മായിൽ സാഹിബിനോട് നെഹ്റു പറയുന്നുണ്ട്, ഈ പാർട്ടിയെ പിരിച്ചുവിട്. എന്നിട്ടോ നിങ്ങൾക്ക് വേണ്ട അവകാശങ്ങളൊക്കെ വെള്ള പേപ്പറിൽ എഴുതിത്താ. ഇസ്മായിൽ സാഹിബ് ഒരു നിമിഷം സൈലന്റായി നിന്നിട്ട് നെഹ്റുവിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, പണ്ഡിറ്റ് നെഹ്റുജി, എൻ്റെ സമുദായത്തിൻ്റെ അവകാശങ്ങൾ വെള്ള പേപ്പറിൽ ഞാൻ എഴുതി തരാം, അങ്ങത് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് അങ്ങൊരു ഉറപ്പ് തരണം. എന്താണ് ഉറപ്പ്? അങ്ങിരിക്കുന്ന കസാരയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസാരയിൽ അങ്ങയെപ്പോലത്തെ ഒരു ജനാധിപത്യവാദി മാത്രമേ ഇരിക്കൂ എന്ന ഉറപ്പ് അങ്ങെനിക്കു തരണം. ഇത് ഇസ്മായിൽ സാഹിബ് പറയുന്ന കാലം ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു BJP MP പോലും ഇല്ലാത്ത കാലത്താണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു BJP MP മാത്രമല്ല, BJP എന്ന പാർട്ടി രൂപീകരിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കാലത്താണ്. അന്നാണ് ഇസ്മായിൽ സാഹിബ് പറയുന്നത്, ശരി, എന്റെ പാർട്ടിയെ പിരിച്ചുവിടണമെന്നല്ലേ അങ്ങ് പറഞ്ഞത്, ശരി, ഇതാ അങ്ങിരിക്കുന്ന ഈ കസാരയിൽ എല്ലാ കാലത്തും ഒരു മതേതരവാദിയായ ഒരു മനുഷ്യൻ ഇരിക്കുമെന്ന് ഉറപ്പങ്ങ് തരുമോ? നിശബ്ദനായി നിന്ന പണ്ഡിറ്റ് നെഹ്റുവിന്റെ മുഖത്ത് നോക്കി രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ട ഇസ്മായിൽ സാഹിബിന്റെ. ആ ചോദ്യം ഇതാണ്, ശരി നെഹ്റുജി, അത് വിട്ടേക്കുക, അങ്ങയുടെ പാർട്ടി ഒരു മതേതര പാർട്ടിയാണല്ലോ, അങ്ങയുടെ പാർട്ടി പോലത്തെ ഒരു പാർട്ടി എക്കാലവും ഇന്ത്യ ഭരിക്കുമെന്ന ഉറപ്പ് അങ്ങനെക്ക് തരുമോ? എങ്കിൽ ഈ പാർട്ടിയെ പിരിച്ചുവിടാം. 48 ചോദ്യമാണ്, കൈതമിലത്തിലെ 48 ചോദ്യമാണ്, ഞങ്ങൾ പിരിച്ചുവിടാം. ഈ രണ്ടിലൊരു ഉറപ്പ് തരുമോ? നിശബ്ദനായി നിന്നിട്ടുള്ള അഭിമന്യനായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് കൈതമില്ലത്ത് പിന്നെ പറയുന്ന ഒരു വാചകമുണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജി, ഞാൻ ഈ പാർട്ടി ഉണ്ടാക്കിയത് എൻ്റെ സമുദായത്തിന്റെ അവകാശങ്ങൾ ഭരണഘടനാപരമായി ബന്ധിതമാക്കാനും ഭരണഘടനാപരമായി ഉറപ്പുവരുത്താനും ജനാധിപത്യപരമായി അത് ചോദ്യം ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഭരണഘടനാപരമായി ഉറപ്പുവരുത്താനും ജനാധിപത്യപരമായി ചോദ്യം ചെയ്യാനും വേണ്ടിയിട്ടാണ്. രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ഭരണഘടന പൂർത്തീകരിച്ച് ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ NRCCA കൊണ്ടുവന്നു. എന്താ NRCCA എന്ന് പറഞ്ഞാൽ മുസൽമാന്റെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന നിയമം കൊണ്ടുവന്നു. ആ നിയമം രാജ്യത്തിന്റെ ഭരണഘടനാപരമായി നമ്മൾ ചോദ്യം ചെയ്തു. ഭരണഘടനയിൽ മുസൽമാൻ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തി. അതിന് പോരാഞ്ഞിട്ട് ജനാധിപത്യ രീതിയിൽ ചോദ്യം ചെയ്യാൻ എന്ന് വെച്ചാൽ സഭക്കകത്ത് ചെന്ന് നോ എന്ന രണ്ടക്ഷരത്തെ ഉരുവിടാൻ ഈ രാജ്യത്ത് നിയമസഭയിലും പാർലമെന്റിലും അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയായി നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രീയമാണ്. ഇന്നെല്ലാ സൗകര്യമുള്ള ഈ സമുദായത്തിന് അത് ആലോചിക്കേണ്ടി വരില്ല. ഇന്ന് സമുദായത്തിന് സകലമാന സൗകര്യങ്ങളുടെയും കീഴിൽ ജീവിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ല. ഇന്ന് സമുദായത്തിന് വേദനയുണ്ടായാൽ ഓടി വരാൻ ഒന്നിലധികം പതാകകൾ ഉണ്ടാകും, ഒന്നിലധികം നേതാക്കന്മാരുണ്ടാവും. പക്ഷേ പതിതമായിരുന്ന കാലത്ത് ആരുമില്ലാതെ ഒരു മൂലയിൽ ഒരുങ്ങിക്കൂടിയ ഒരു സമുദായത്തെ കൈപിടിച്ചുകൊണ്ട് ഇന്ന് ആകാശത്തിന് മുകളിൽ ഫ്ലൈറ്റ് ഓടിച്ച് പറക്കാൻ ഒരു പള്ളിയിലെ ഉസ്താദിന്റെ മകളെ പാകമാക്കുന്ന രൂപത്തിലേക്ക് ഒരു പീഡികത്തിണ്ണയിൽ കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ മുസ്ലിം കാക്കയുടെ മകളെ ആകാശത്തിന് ആസയിലെ ഈ ശാസ്ത്രലോകത്തിരുന്നു കൊണ്ട് ഒരു പുതിയ നക്ഷത്രമുണ്ട് എന്ന് വിളിച്ചു പറയാൻ എന്തിനേറെ നിങ്ങളുടെ നാദാപുരം ഈ പറയുന്ന വടകര താലൂക്കിനകത്ത് ഡസൻ കണക്കിന് കോളേജുകൾ ഉണ്ടാക്കി നമ്മുടെ പെൺകുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയച്ച് വിദ്യാസമ്പന്നതയുടെ ഒരു കാലത്തേക്ക് അവരെ നടത്തിക്കൊണ്ടുപോകാൻ എന്തിനേറെ ഈ മണ്ണിൽ സർവകലാശാലകൾ ഉണ്ടാക്കുമ്പോൾ ആ സർവകലാശാലകളുടെ മുഴുവൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്ന അതിന്റെ സ്ഥാപകന്മാരായി മാറാൻ രാജ്യത്തിന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഈ സമുദായത്തിന്റെ കുട്ടികളെ പഠിക്കാൻ പ്രാപ്തമാക്കാൻ രാജ്യത്തിന്റെ പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ലോകത്തെ നമ്പർ 1 സർവകലാശാലകളിൽ പോയി പഠിക്കാൻ കഴിയും വിധം ഈ സമുദായത്തെ പ്രാപ്തമാക്കാൻ 4% അക്ഷര വിദ്യാഭ്യാസത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ സമ്പന്നതയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകാൻ അന്നും ഇന്നും ഒരു പതാകയെ ഉണ്ടായുള്ളൂ. ആ പതാകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പച്ച പതാകയെന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പലരും ഉണ്ട്, ഇന്നൊരു പ്രയാസം ഉണ്ടായാൽ വർണ്ണശബളമായ പതാകകൾ ഓടി വരും. അന്ന് ആരും ഉണ്ടായില്ല. അന്ന് കൂരിരുട്ടിലാണ് നമ്മൾ ഉണ്ടായത്. ആ കൂരിരുട്ടിൽ നമുക്കൊന്ന് കൈപിടിക്കാൻ, ഒരു മെഴുകുതിരിയുടെ വെളിച്ചം നൽകാൻ ഒരാളും ഉണ്ടായില്ല. ഓർത്തു നോക്കൂ നിങ്ങൾ, ഇന്ന് ഞാനും നിങ്ങളും സംസാരിക്കുമ്പോൾ തോടുണ്ടാക്കുന്ന, റോഡുണ്ടാക്കുന്ന, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന, നഴ്സറികൾ ഉണ്ടാക്കുന്ന, കോളേജുകൾ ഉണ്ടാക്കുന്ന ഒരു സാധാരണ പാർട്ടിയാണോ? അങ്ങനെയാണോ ലീഗിനെ നിങ്ങൾ വായിച്ചു വെച്ചത്? റോഡുണ്ടാക്കാൻ ലീഗില്ലെങ്കിൽ CPM ഉണ്ടാകും, ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാകും, ലീഗില്ലെങ്കിൽ BJP ഉണ്ടാകും, ലീഗില്ലെങ്കിൽ CPI ഉണ്ടാകും. അങ്ങനെ റോഡും തോടും പാലവും ഉണ്ടാക്കുന്ന കേവലമായ ഒരു രാഷ്ട്രീയമല്ല ലീഗ്.
പിന്നെയോ ഒരു സമുദായത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ച് അവർക്ക് വേണ്ട അവസരങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ്. അരമണിക്കൂർ മുൻപേ ബാങ്ക് വിളിച്ചു. പള്ളിയിലെ മെഹ്റാബിൽ നിന്ന് ഉസ്താദ് ബാങ്ക് വിളിച്ചു. അത് മിനാരങ്ങളിൽ നിന്ന് മനോഹരമായി നമ്മുടെ കാരണപദങ്ങളിലേക്ക് എത്തി. നമ്മൾ അതിനെ കേട്ടു, അതിന് ജവാബ് കൊടുത്തു. ഇനി നമ്മൾ തിരിച്ചു പോയാൽ നമ്മൾ സുജൂദിലേക്ക് ചെല്ലും. നീ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ എവിടെയുണ്ട്? നിങ്ങൾ കിടന്നുറങ്ങി എണീറ്റ് അതിരാവിലെ സുബഹിക്ക് മുമ്പ് എണീറ്റ് മുസല്ലയിൽ സർവശക്തനായ നാഥന്റെ മുൻപിൽ സുജൂദിലിരുന്ന് നമ്മൾ കാത്തിരിക്കും. ഇനി സുബഹിന്റെ ബാങ്കിന് വേണ്ടി തഹജ്ജുദിന്റെ സമയത്തിനിടയിൽ നമ്മൾ കാത്തിരിക്കുന്ന നിമിഷമുണ്ട്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു മുസൽമാന്റെ നിമിഷം എന്ന് പറയുന്നത് അതായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ആ സമയത്ത് സുബഹി ബാങ്കിന് വേണ്ടി കാതോർത്തിരിക്കുമ്പോ ദസ്വിമാലകൾ കൈകളിൽ നിന്ന് മുത്തുമണികളെ പോലെ താഴത്തേക്ക് വീഴുമ്പോ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ആ ബാങ്ക് വിളി നിങ്ങളുടെ രാഷ്ട്രീയം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതാണ് രാഷ്ട്രീയം? കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ പള്ളികളിൽ മദ്രസയും ഉണ്ടാക്കാൻ നിയമമൂലം തടസ്സമുണ്ടാകുമ്പോൾ 1956 നവംബർ 1 കേരളപ്പിറവി സംഭവിക്കുമ്പോൾ ആ കേരളപ്പിറവിയിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരു മനുഷ്യൻ താന്നൂരിൽ നിന്ന് നിയമസഭാ സാമാജികനായി എത്തി. ആ നിയമസഭാ സാമാജികൻ നിയമസഭയിൽ എണീറ്റ് നിന്നു. ആദ്യത്തെ സബ്മിഷൻ ഉണ്ടാക്കി. എന്താണ് ആദ്യത്തെ സബ്മിഷൻ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിന്റെ നമസ്കാരത്തെ ഓർമ്മപ്പെടുത്താൻ, ബാങ്ക് വിളിക്കാൻ, ഞങ്ങൾക്ക് ദീനിയാത്തും അമനിയാത്തും പഠിപ്പിക്കാൻ, മദ്രസകൾ ഉണ്ടാക്കാൻ നിയമമൂലം തടസ്സമുണ്ട്. ഞങ്ങൾ മദ്രാസിന്റെ ഭാഗമായിരുന്നു. ഇതാ ഇന്ന് ഞങ്ങൾ കേരളത്തിന്റെ ഭാഗമാണ്. ആ നിയമപരമായ തടസ്സത്തെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് കേരളത്തിന്റെ നിയമസഭയിൽ ഒരേ ഒരു നിയമസഭാ സാമാജികനാണ് എണീറ്റ് നിന്ന് സംസാരിച്ചത്. ആ നിയമസഭാ സാമാജികന്റെ സബ്മിഷനാണ് ഇന്ന് ബാങ്ക് വിളിക്കുന്ന പള്ളികളിൽ മെഹ്റാബിൽ നിന്ന് ഉസ്താദ് ബാങ്ക് വിളിക്കുമ്പോൾ അത് മൈക്കിലൂടെ എന്റെയും നിങ്ങളുടെ കർണപദത്തിലേക്ക് എത്തുമ്പോൾ അതിനുവേണ്ടി സംസാരിച്ച ആ രാഷ്ട്രീയ നേതാവിന്റെ പേര് CH മുഹമ്മദ് കോയ എന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ഇത് റോഡും തോടും പാലവും ഉണ്ടാക്കുന്ന കേവലമായ ഒരു രാഷ്ട്രീയമല്ല. നിന്റെ വിശ്വാസത്തെ അടിയുറപ്പിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ്. അത് ഏതുമാകട്ടെ, എത്ര റക്അത്ത് നമസ്കരിക്കുന്നു, എവിടെ കൈകെട്ടുന്നു, നിങ്ങൾ എന്താണ് പറയുന്നത്, എന്താണ് ചൊല്ലുന്നത്, ആരുടെ പള്ളിയാണ് എന്നതല്ല. പള്ളികൾ നിലനിൽക്കാൻ വേണ്ടി കേരളത്തിന്റെ നിയമസഭയിൽ, കേരളത്തിന്റെ തുടക്കത്തിൽ തന്നെ നിയമസഭയിൽ ഏതെങ്കിലും നിയമസഭാ സാമാജികൻ എണീറ്റു നിന്ന് പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി സംസാരിച്ചുവെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ലീഗ് എന്ന് മാത്രമാണ്. നിന്റെ വിശ്വാസത്തെ അടിയുറപ്പിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ്. നിന്റെ വിശ്വാസത്തെ ഉറപ്പിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ്. അവിടെയും തീർന്നോ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് കേരളത്തിൽ വ്യവസ്ഥാപിതമായ ഒരു മദ്രസ സിസ്റ്റം ആദ്യമായി ആരംഭിച്ചത് എന്നാണ് പൊതുവെ പറയുന്നത്. ആ മദ്രസ സിസ്റ്റം കൊണ്ടുവരുമ്പോ അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, അതിന്റെ ട്രഷറർ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ആ ബാഫക്കി തങ്ങളാണ് ഈ ഇങ്ങനെ ഒരു മദ്രസ സിസ്റ്റത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട സമസ്തയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇങ്ങനെ മദ്രസകൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ച് മലയാളിക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തത്. നിങ്ങൾ ഓർക്കണം, പരിശുദ്ധ മക്കയുള്ള സൗദി അറേബ്യ, വിശുദ്ധ മദീനയുള്ള സൗദി അറേബ്യ, ആ സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത മതപ്രബോധന പ്രവർത്തനങ്ങൾ ഈ മലയാളക്കരയിൽ നടക്കുന്നത് ഈ മദ്രസ സിസ്റ്റമാണ്. നമ്മളെ ഫാത്തിഹ പഠിപ്പിച്ച, നമ്മുടെ കുട്ടികൾക്ക് നമസ്കാരം പഠിപ്പിച്ച, നമ്മുടെ കുട്ടികൾക്ക് ഈ പറയുന്ന മതപരമായ പ്രവർത്തനങ്ങൾക്ക് ആദ്യാക്ഷരം പഠിപ്പിച്ച ഈ മദ്രസ സിസ്റ്റം അതുണ്ടാക്കിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷററായി അഭിമന്യനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന മഹാനായ മനുഷ്യന്റെ ഇടപെടലുകളും കഷ്ടപ്പാടുകളുമാണെങ്കിൽ ആ മനുഷ്യൻ പിടിച്ച കൊടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ ഹരിത പതാകയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോ ഇത് കേവലം റോഡും തോടും പാലവും ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ, അതോ നിന്റെ വിശ്വാസത്തെ ഉറപ്പിച്ച രാഷ്ട്രീയമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ ഈ രാജ്യത്തോടുള്ള എന്റെ കൂറ് അതെന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച മതം, ഈ രാഷ്ട്രീയത്തോടുള്ള ഷാജിക്ക് എത്തുന്ന വരെ പറയണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പറയുന്നത്. നിർത്താൻ സമയമായിട്ടുണ്ടെന്ന് അറിയാം. എന്റെ വിശ്വാസം, ഈ രാജ്യത്തോടുള്ള കൂറ് എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച മതം, നോക്കൂ നിങ്ങൾ, ആ മതം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് നമുക്ക് ഏറ്റുമുട്ടാൻ ഒരേ ഒരു സമയത്തെ അനുവദിക്കുന്നുള്ളൂ. രാജ്യത്തിന്റെ ഭരണകൂടത്തോട് എപ്പം നിങ്ങൾക്ക് ഏറ്റുമുട്ടാമെന്ന് ചോദിച്ചാൽ, നിന്റെ ശരീഅത്തിന്റെ മുകളിൽ അവർ കൈവെക്കാൻ വന്നാൽ ഈ ഭരണകൂടത്തോട് യുദ്ധപ്രഖ്യാപനം നടത്താം, ഈ ഭരണകൂടത്തോട് ഏറ്റുമുട്ടാം. അത് സംഭവിച്ചില്ല. ഇന്ത്യയിൽ ശരീഅത്ത് വലിയ ചർച്ചയായില്ലേ? ഇന്ത്യയിൽ ശരീഅത്തിനെതിരെ ഭരണകൂടം വലിയ പോരാട്ടം നയിച്ചില്ലേ? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്റെ നിങ്ങളുടെ വിശ്വാസമാണ്. ഈ രാജ്യത്തോടുള്ള കൂറ്, രാജ്യത്തോടുള്ള സ്നേഹം നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ മതം തന്നെ പറയുന്നു, നിന്റെ ശരീഅത്തിന്റെ മുകളിൽ അങ്ങനെ കൈവെക്കാൻ വന്നാൽ നിനക്ക് ഈ ഭരണകൂടത്തോട് ഏറ്റുമുട്ടാം. ബാക്കി എല്ലാ ഘട്ടങ്ങളിലും ഭരണകൂടത്തിന് വഴിപ്പെട്ട് ജീവിക്കണം.
ആ ശരീഅത്തിന് മുകളിൽ ഭരണകൂടം കൈവക്കാൻ വന്നപ്പോ ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും ഒരു മനുഷ്യൻ പൊരുതി. ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ നമ്മൾ ശരീഅത്ത് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തി. ശരീഅത്തിനെതിരെ ഇവിടുത്തെ മതസംഘടനകളെ ഒരുമിച്ച് നിർത്തി വലിയ പോരാട്ടം നടത്തി. ആ മനുഷ്യന്റെ പേര് ഗുലാം മഹമ്മൂദ് ബനാത്ത് വാല എന്നാണ്. ആ മനുഷ്യൻ പിടിച്ച കൊടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പച്ചപ്പതാകയാണ്. നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം, റോഡും തോടും പാലവും ഉണ്ടാക്കുന്ന രാഷ്ട്രീയമാണോ ലീഗ്? അല്ല. പള്ളിയും മദ്രസയും മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ വിശ്വാസത്തെ പോലും ഉറപ്പിക്കുന്ന ശരീഅത്തിന് സംരക്ഷണം കൊടുത്ത രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ് എന്ന് പറയുന്നത്. അവിടെ തീരുമോ? ഇന്ന് സമുദായ സംഘടനകളൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഒരു ബേസ് ഉണ്ട്. ബേസ് അതെന്താണ്? അത് മൈനോറിറ്റി സ്റ്റാറ്റസ് ആണ്. സ്ഥാപനങ്ങൾക്കുണ്ട്, ഇവിടുത്തെ പ്രസിദ്ധീകരണങ്ങൾക്കുണ്ട്, ഇവിടുത്തെ സംഘടനകൾക്കുണ്ട്, എല്ലാം ന്യൂനപക്ഷ പദവിയാണ്. ഇവിടെ മതസംഘടനകൾ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ന്യൂനപക്ഷ പദവിയുടെ പവറിലാണ് അത് നടത്തപ്പെടുന്നത്. ഇവിടുത്തെ മുസ്ലിം ട്രസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. ആ മൈനോറിറ്റി സ്റ്റാറ്റസ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ചോദ്യം ചെയ്യപ്പെട്ടു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ മൈനോറിറ്റി സ്റ്റാറ്റസ് ഇന്ത്യയിൽ ആദ്യത്തെ സ്ഥാപനം അത് അലിഗഡ് മുസ്ലിം സർവകലാശാലയാണ്. സർ സയ്യിദിന്റെ ദീക്ഷണതയിൽ പിരിഞ്ഞ, സർ സയ്യിദിന്റെ ചിന്തയിൽ വിരിഞ്ഞ ഈ ആദ്യത്തിന്റെ സ്ഥാപനം അത് അലിഗഡ് മുസ്ലിം സർവകലാശാലയാണ്. അതാണ് ഇന്ത്യയിൽ ആദ്യത്തെ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്ഥാപനം. അത് എടുത്തു കളയാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ചയുണ്ടായി. അത് ന്യൂനപക്ഷത്തിന്റെ അവകാശമാണ്. അത് ഭരണഘടനാപരമായി കായികമില്ലത്ത് ഉറപ്പുവരുത്തിയതാണ്. അത് എടുത്തു കളയാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടം തീരുമാനിച്ചപ്പോ ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ പിറകിലെ സീറ്റിൽ നിന്ന് കിതച്ച് മുന്നിലേക്ക് പാഞ്ഞു വന്നു. അന്നത്തെ കായിക വകുപ്പ് മന്ത്രി കോഴിക്കോട്ട് വന്ന് PT ഉഷയ്ക്ക് ഒരു അവാർഡ് കൊടുക്കുകയാണ്. എന്തിനാണ് അവാർഡ്? ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടു പോയി. അവർക്ക് 2ാം സ്ഥാനം കിട്ടിയതിന്റെ മെഡൽ കൊടുക്കുമ്പോൾ, അവാർഡ് കൊടുക്കുമ്പോൾ, സ്വീകരണം കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ കായിക മന്ത്രി കോഴിക്കോട്ട് വെച്ച് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പറഞ്ഞത് PT ഉഷയെ നേരെ തിരിഞ്ഞിട്ട് ആ മന്ത്രി പറഞ്ഞു, ഞാൻ നിങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു വയോധികനായ MP പിറകിലെ സീറ്റിൽ നിന്ന് കുതിച്ചു പാഞ്ഞ് പാർലമെന്റിന് മുൻപിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ പ്രായത്തെ മറികടക്കുന്ന കുതിപ്പിൽ മുൻപിലേക്ക് വന്നിട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു ബില്ല് വലിച്ചു കീറി രാജ്യത്തിന്റെ സഭയുടെ നടുക്കളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടി ഊർജവും ആവേശവും അങ്ങേക്കുണ്ടായിരുന്നുവെങ്കിൽ അങ്ങേക്ക് ഗോൾഡ് മെഡൽ കിട്ടുമായിരുന്നു എന്ന് PT ഉഷയെ നോക്കിയിട്ട് ഈ രാജ്യത്തിന്റെ കായിക മന്ത്രി പറയുമ്പോൾ ആ പിറകിൽ നിന്ന് കിതച്ച് മുൻപിലേക്ക് ഓടി വന്ന് ആ പറയുന്ന ബില്ല് വലിച്ചു കീറി രാജ്യത്തിന്റെ നടുക്കളത്തിലേക്ക് വലിച്ചെറിഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ പേര് ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്നാണ്. അദ്ദേഹം പിടിച്ച കൊടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ ഹരിത പതാകയാണ്. ഈ രാഷ്ട്രീയം കേവലം റോഡും തോടും പാലവും ഉണ്ടാക്കുന്ന കേവലമായ രാഷ്ട്രീയമാണോ? അതോ നിന്റെ വിശ്വാസത്തിന്റെ അടിശിലഭാഗിയ രാഷ്ട്രീയമാണോ? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആന്റെ ഭാഷ, പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഷ, പുണ്യ റസൂലിന്റെ ഭാഷ, നമ്മളെല്ലാവരും പവിത്രതയോട് കാണുന്ന ഖുർആനിലെ ഭാഷ അത് അറബിയാണ്. ആ അറബി ഭാഷയുടെ സംരക്ഷണത്തിന് ലോകത്തെവിടെയെങ്കിലും, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, അറബി ഭാഷയുടെ സംരക്ഷണത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനവധി പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ വിജയവും പരാജയവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാഷ സംരക്ഷിക്കാൻ ലോകത്തെവിടെയെങ്കിലും, ഇസ്ലാമിക സംസ്കാരത്തിൽ മാത്രമല്ല ലോകത്തെവിടെയെങ്കിലും ഭാഷ സംരക്ഷിക്കാൻ ഒരു പോരാട്ടം നടന്നുവെങ്കിൽ ആ പോരാട്ടം നടന്ന നാടിന്റെ പേര് കേരളം എന്നാണ്. അതിനുവേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്ന രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ലോകത്തെവിടെയെങ്കിലും ഭാഷ കാക്കാൻ 3 ചെറുപ്പക്കാരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മജീദിന്റെയും റഹ്മാന്റെയും കുഞ്ഞിപ്പയുടെയും ജീവൻ നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കാൻ അതിന് ജീവൻ ബലിയർപ്പിക്കപ്പെട്ട രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇത് കേവലം റോഡും തോടും പാലവും ഉണ്ടാക്കുന്ന കേവലമായ ഒരു രാഷ്ട്രീയമാണോ? അല്ല. ഇതെന്റെയും നിങ്ങളുടെയും വിശ്വാസത്തെ ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന ബോധ്യമുണ്ടാകണം. ലീഗ് എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകൾ, ലീഗ് എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കുന്ന ആളുകൾ, വളരെ സൗമ്യമായി അവരോട് പറയാനുള്ളത്, അധികാരമുള്ള ലീഗും അധികാരമില്ലാത്ത ലീഗും, അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സമുദായത്തിനൊരു തണലായി മുസ്ലിം ലീഗ് പാർട്ടി നിന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ലീഗ് നിങ്ങളുടെ ഈ അഹമ്മദ് മുക്ക് ശാഖയിൽ അതിനൊരു ഘടകം ഉണ്ടാവും, അതിന് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാവും, നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി, അതിന് നാദാപുരത്തൊരു മണ്ഡലം കമ്മിറ്റി ഉണ്ടാവും, അതിന് കോഴിക്കോട്ടൊരു ജില്ലാ കമ്മിറ്റി ഉണ്ടാവും, അതിന് കേരളത്തിലൊരു സംസ്ഥാന കമ്മിറ്റി ഉണ്ട്. എന്ന പോലെ CPM-ന് ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടാവും, അവർക്കൊരു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാവും, അവർക്കൊരു മണ്ഡലം കമ്മിറ്റി ഉണ്ടാവും, അവർക്ക് ജില്ലാ കമ്മിറ്റി ഉണ്ടാവും, അവർക്ക് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാവും. അങ്ങനെ കോൺഗ്രസിനുണ്ടാവും, BJP-ക്ക് ഉണ്ടാവും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവും, ലീഗിനും ഉണ്ടാവും. അതൊരു സംഘടനയുടെ സ്ട്രക്ചറാണ്. കേരളത്തിലെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ സ്ട്രക്ചർ ഉണ്ട്. യൂണിറ്റ്, പഞ്ചായത്ത്, മണ്ഡലം, ജില്ല, സ്റ്റേറ്റ്, ഇതെല്ലാ പാർട്ടിക്കും ഉണ്ട്. അതാണ് അധികാരമില്ലാത്ത രാഷ്ട്രീയം. അവിടെ അധികാരം ഉണ്ടാവില്ല, അവിടെ സർക്കാരിന്റെ തണലുണ്ടാവില്ല, അവിടെ ഖജനാവിലെ പണം ഉണ്ടാവില്ല. അതാ സംഘടന നയിക്കണം. മറുഭാഗത്തോ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ,
നിയമസഭാ സാമാജികൻ, പാർലമെന്റ്, മുഖ്യമന്ത്രി, മന്ത്രിമാർ. ഇത് അധികാരമുള്ള ഒരു കാലം. ലീഗിന് അധികാരമുള്ള കാലം ഉണ്ടായിട്ടുണ്ട്, അധികാരമില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 10 വർഷക്കാലമായി ലീഗ് അധികാരമില്ലാത്ത കാലത്താണ്. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധികാരം കൈകാര്യം ചെയ്ത രാഷ്ട്രീയ പാർട്ടി ആരാണ്? ലീഗാണോ? അല്ല, CPM ആണ്. 31 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന CPM, 26 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്നത് കോൺഗ്രസ്, 7 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്നത് CPI. ലീഗ് ഇരുന്നത് 52 ദിവസം മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്ത പാർട്ടിയുടെ പേരാ ലീഗ്. 31 വർഷം CPM, 26 വർഷം കോൺഗ്രസ്, 7 കൊല്ലം CPI. കേവലം 52 ദിവസം ലീഗ് മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്തത്. കേരളത്തിലെ മന്ത്രിസഭയിൽ നിങ്ങളെടുത്ത് പരിശോധിക്ക്. 107 തവണ കോൺഗ്രസ് മന്ത്രിമാരുണ്ടായി, 90 തവണ CPM മന്ത്രിമാരുണ്ടായി, 52 തവണ CPI മന്ത്രിമാരുണ്ടായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 21 തവണയേ മന്ത്രിമാരുണ്ടായിട്ടുള്ളൂ. കൊച്ചു പാർട്ടിയാണ് ലീഗ്. ലീഗ് ഒരു ചെറിയ പാർട്ടിയാണ്. എന്നാൽ നിങ്ങൾ അറിയണ്ടേ, അധികാരമില്ലാത്ത ലീഗ്, അധികാരമുള്ള ലീഗ് എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ പറയുന്നുണ്ട്, അധികാരമുള്ള ലീഗ് 21 തവണ മാത്രം മന്ത്രിപദം കൈകാര്യം ചെയ്ത ലീഗ്. എന്നാൽ 100ലധികം തവണ മന്ത്രിപദം കൈകാര്യം ചെയ്ത കോൺഗ്രസ്, 90ലധികം തവണ മന്ത്രിപദം കൈകാര്യം ചെയ്ത CPM, 50ലധികം തവണ മന്ത്രിപദം കൈകാര്യം ചെയ്ത CPI. മറുഭാഗത്ത് 31 വർഷം മുഖ്യമന്ത്രിയായിട്ടുള്ള CPM, ഇവിടെ 26 വർഷം മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ്, 7.5 കൊല്ലം മുഖ്യമന്ത്രിയായിട്ടുള്ള ഇവിടുത്തെ CPI, 52 ദിവസം മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്തിട്ടുള്ള ലീഗ്. ആ ലീഗ് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കോൺഗ്രസ്സുകാരന്റെ മക്കളും BJP-കാരന്റെ മക്കളും CPI-കാരന്റെ മക്കളും CPM-കാരന്റെ മക്കളും ഒക്കെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം ഈ കേരളത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ ആ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ്. അധികാരമുള്ള ലീഗ് എന്തു ചെയ്തു വന്നാണോ? ഞങ്ങൾ ഇവിടുത്തെ മുഴുവൻ കുട്ടികളും പഠിക്കണം, അതിന് പണം കൊടുത്ത് പഠിക്കരുത്, അതെടുത്തു മാറ്റി സൗജന്യ വിദ്യാഭ്യാസം ലീഗ് നടപ്പിലാക്കി. ലീഗ് കുറഞ്ഞ കാലമാണ് മന്ത്രിപദം കൈകാര്യം ചെയ്തത്. 21 തവണ മാത്രം മന്ത്രിപദം കൈകാര്യം ചെയ്ത പാർട്ടി, 52 ദിവസം മാത്രം മുഖ്യമന്ത്രിയായ പാർട്ടി. നമ്മളെക്കാൾ മുമ്പേ മന്ത്രിമാരായവർ, നമ്മളെക്കാൾ കൂടുതൽ MLA-മാരുള്ളവർ, നമ്മളെക്കാൾ കൂടുതൽ MP-മാരുള്ളവർ, നമ്മളെക്കാൾ കൂടുതൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുള്ളവർ, നമ്മളെക്കാൾ കൂടുതൽ മറ്റു സംവിധാനങ്ങളുള്ളവർ ഒക്കെ ഈ നാട്ടിലുണ്ട്. അവർ ചെയ്തില്ലല്ലോ. ഇവിടെ എന്റെ MSF-ന്റെ സഹപ്രവർത്തകർ ഇപ്പോൾ കൊണ്ട് കയറി വന്നു. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, +1 +2 സമരം കഴിഞ്ഞ തവണ ഞങ്ങൾ നടത്തി. വലിയ പോരാട്ടം ഉണ്ടായി, വലിയ സമരം ഉണ്ടായി. ഞങ്ങൾ ജയിലിൽ പോയി, കോടതിയിലേക്ക് കേസെത്തി. കോടതി ചോദിച്ചു, എന്തിനാ ഈ സമരം? 10ാം ക്ലാസ് പഠിച്ചവർക്ക് +1 പഠിക്കാൻ സീറ്റില്ല. കോടതി പറഞ്ഞു, ഇത് സമ്പൂർണ്ണവും സൗജന്യവുമായി സാക്ഷരത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ജയിച്ച കുട്ടിക്ക് ഫുൾ A+ ഉണ്ടോ ഇല്ലേ, അത് മാനദണ്ഡമല്ല. അവർ ജയിച്ചു കഴിഞ്ഞാൽ +1 പഠിക്കണം. ആ പഠിപ്പിക്കാൻ കുട്ടിയുടെ ബാപ്പക്കല്ല ഉത്തരവാദിത്തം, കുട്ടിയുടെ ഉമ്മക്കല്ല ഉത്തരവാദിത്തം. പിന്നെയോ അത് ഈ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. സമ്പൂർണ്ണവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയ നാടിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. ആ നിയമം പാസാക്കിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് E.T. മുഹമ്മദ് ബഷീർ എന്ന മുസ്ലിം ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അധികാരമുള്ള ലീഗ് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങള്, നമ്മളെല്ലാവരും ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന അഭിനയ KM ഷാജി സാഹിബ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഈ ശാഖയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടി നമ്മുടെയൊക്കെ ആവേശമായിട്ടുള്ള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി KM ഷാജി സാഹിബിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഷാജിക്ക് വരുന്നവരെ സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുണ്ടായ കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അധികാരമുള്ള ലീഗ്, അധികാരമില്ലാത്ത ലീഗും ഈ നാട്ടിലെ ഈ സമൂഹത്തിനും സമുദായത്തിനും ഒരു തണലായി മാറിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധികാരമുള്ള ലീഗ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകൾ ഉണ്ടാക്കിയത്. അത് നിങ്ങൾ പരിശോധിക്ക്. കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അഹമ്മദ് സാഹിബ് എന്ന ലീഗ് നേതാവിന്റെ സംഭാവന. കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രിയങ്കരനായ E.T. മുഹമ്മദ് ബഷീർ എന്ന ലീഗ് നേതാവിന്റെ സംഭാവന. കോഴിക്കോട് സർവകലാശാല CH മുഹമ്മദ് കോയ സാഹിബ് എന്ന ലീഗ് നേതാവിന്റെ സംഭാവന. മലപ്പുറം ജില്ലയിലെ തിരൂർ മലയാളം സർവകലാശാല പ്രിയങ്കരനായ PK അബ്ദുറബ് എന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ സംഭാവന.
ഇവിടുത്തെ ഹൈന്ദവ വേദഭാഷയായിട്ടുള്ള സംസ്കൃത ഭാഷയിൽ സംസ്കൃത യൂണിവേഴ്സിറ്റി ET മുഹമ്മദ് ബഷീർ എന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ സംഭാവന. അങ്ങനെ കേരളത്തിലെ കുസാറ്റ് CH എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ സംഭാവന. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പ്രിയങ്കനായ PK അബ്ദുറബ് എന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ സംഭാവന. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസ് അഹമ്മദ് എന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ സംഭാവന. കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായിക്കൊണ്ട് IT സാക്ഷ്യം നടപ്പിലാക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി, ഇൻഫോ പാർക്കുകൾ ഉണ്ടാക്കുമ്പോൾ ലീഗ് അധികാരത്തില്, കിൻഫ്രകൾ ഉണ്ടാക്കുമ്പോൾ ലീഗ് അധികാരത്തില്, പൊതുവിതരണ കേന്ദ്രം ഉണ്ടാക്കുമ്പോൾ നഹാസാഹിബ് അധികാരമുള്ള ലീഗ്. ഞാൻ നേരത്തെ പറഞ്ഞ 51 ദിവസം മാത്രം മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്ത, കേവലം 21 തവണ മാത്രം മന്ത്രിമാർ കൈകാര്യം ചെയ്ത ഈ രാഷ്ട്രീയം അധികാരത്തെ മനോഹരമായി ജനതയ്ക്ക് സമ്മാനിച്ചു. ഇനി അധികാരമില്ലാത്ത ലീഗ്, ഞാൻ നേരത്തെ പറഞ്ഞ യൂണിറ്റ് കമ്മിറ്റി, പഞ്ചായത്ത് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, അത് എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അവിടെ അധികാരമില്ല, അവിടെ ഖജനാവിന്റെ പണമില്ല, അവിടെ മന്ത്രിപ്പറയുടെ പത്രാസില്ല. അവിടെ സാധാരണ പ്രവർത്തകൻ അവർ ഈ നാട്ടിലേക്ക് ഇറങ്ങി അവന്റെ കൈനീട്ടി പിരിച്ചെടുക്കുന്ന പണം കൊണ്ട് ഒരു ജനതയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അതാണ് ഈ തെരുവിലൂടെ പോകുന്ന ആംബുലൻസുകൾ, അതാണ് ബൈത്തുർ റഹ്മകൾ, അതാണ് CH സെന്ററുകൾ, അതാണ് PTHകൾ, അതാണ് വയനാടിൽ നമ്മൾ നിർവഹിക്കുന്ന 105. അധികാരമുള്ള ലീഗ് ഒരു ഭാഗത്ത് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അത് മുഴുവൻ പറയാനുണ്ട്. അധികാരമില്ലാത്ത ലീഗും ഈ നാടിനെ മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അഭിനയ KM ഷാജി സാഹിബ് വേദിയിലെത്തിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വാചകം ഞാൻ മാത്രം പറയുന്നു. അധികാരമുള്ള സമയത്തും അധികാരമില്ലാത്ത സമയത്തും ജനഹൃദയങ്ങളിൽ കുടിൽ കെട്ടി താമസിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ,